സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഈ മാസം 8-ാം തീയതി വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആറന്മുള, തിരുവല്ല, കുറ്റൂർ, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നിയിൽ വെള്ളക്കെട്ടിന് നേരിയ കുറവുണ്ട്. നിരവധി പേർ ക്യാമ്പുകളിലാണ്. MC റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ആളുകളൊക്കെ ഇറങ്ങി റോഡിൽ കൂടി ഒലിച്ചു വന്ന് വിറകൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാലാ ഉൾപ്പെടെയുള്ള കോട്ടയത്തിന് കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നുമുണ്ട്. വെള്ളക്കെട്ടിൽ കാണാതായ മണർകാട് സ്വദേശി ശരണിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തുകയാണ്. പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റി തുടങ്ങി. വേങ്ങര റോഡിൽ ഗതാഗതം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടർന്ന സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ചമ്രവട്ടത്ത് പോത്തുകൾ ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇനി ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മലങ്കര, കല്ലാർ, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകൾ അവിടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് എങ്കിൽ പോലും നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ 9, 10, 11, 12 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രാജേഷ്, ഹനീഫ എന്നിവരാണ് മരിച്ചത്. മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. ജില്ലയിൽ 6 ക്യാമ്പുകളിലായി 456 പേരാണ് ഉള്ളത്. പ്രളയ സാഹചര്യം കണക്കിലെടുത്ത് പത്തനംതിട്ടയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ആദ്യഘട്ടം പത്തനംതിട്ടയിൽ തന്നെ നടപ്പാക്കുമെന്നും പ്രളയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കാൻ അടിയന്തര നടപടി ഉണ്ടാകും. CPM പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ ഉള്ള പ്രശ്നം ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പരാതികൾ പരിഹരിച്ചുവെന്ന് മന്ത്രി AP അനിൽകുമാർ. ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ കുഴപ്പമല്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് കൃത്യമായി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പിന്റെ കാര്യത്തിൽ എവിടെയൊക്കെയാണോ ക്യാമ്പ് വേണ്ടത് അവിടെയൊക്കെ ക്യാമ്പ് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ആവശ്യമായ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തി. 1-ാം തീയതിയാണ് ആലോചിക്കുന്നത്. ഇന്ന് 4-ാം തീയതിയാണെന്ന് പറയണം. ഇന്നലെ 3-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എല്ലായിടത്തും ക്യാമ്പിനകത്ത് ഇന്നലെ ആളുകൾ പോകാൻ തുടങ്ങി. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഈ ഒരു പ്രളയത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയാണ് പാളിച്ച ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ ചോദിക്കും, മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മീറ്റിംഗ് എടുത്തു. ഞങ്ങൾ അലർട്ട് കൊടുത്തില്ല എന്നുള്ളത്. രാജു അബ്രഹാം എന്റെ കൂടെ ഒരുപാട് നാള് MLA ആയിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാൻ അലർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൊടുക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല.
കളർ ചേഞ്ച്, കളർ കോഡ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പാണ്. അവർ ഞങ്ങളോട് റെഡ് അലർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റെഡ് അലർട്ട് കൊടുക്കും, ഗ്രീൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗ്രീൻ അലർട്ട് കൊടുക്കും. ഇപ്പൊ എല്ലായിടത്തും യെല്ലോ കൊടുക്കാനാ പറഞ്ഞത്, യെല്ലോ കൊടുക്കുന്നു. അപ്പൊ ഗവൺമെന്റ് എങ്ങനെ മാറ്റാൻ പറ്റും? മഴ കുറഞ്ഞെങ്കിലും കോഴിക്കോടിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. കണ്ണാടിക്കൽ, കക്കോടി, പറമ്പിൽ ബസാർ എന്നിവിടങ്ങളിൽ നിന്നായി 300ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 1000-ലധികം ആളുകളാണ് നിരവധി ഇടങ്ങളിലായി ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴ തോർന്നുവെങ്കിലും കെട്ടി നിൽക്കുന്ന വെള്ളം താഴ്ന്നു പോകാത്തത് പ്രതിസന്ധി കൂട്ടുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും രാവിലെ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. ഈ കണ്ണാടിക്കൽ കക്കോടി റോഡിലേക്കുള്ള വഴിയരികിൽ അല്ലെങ്കിൽ ആ വയലിനോട് ചേർന്ന ഇടങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ചേട്ടാ, ഇവിടെ വീട് എവിടാ? പണിയുണ്ടോ? നടക്കുമോ? പറമ്പിന്റെ മുകളിൽ. അവിടെ വെള്ളമില്ല. അപ്പൊ ഈ വെള്ളത്തിൽ കൂടെ പോകണമെന്നുള്ളൂ. ഓക്കെ, ആ ചേട്ടൻ ജോലിക്ക് വന്ന ആളാണ്. ഈ മഴ കാര്യമായി ബാധിക്കാത്ത അല്ലെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത ഇടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഓരോ മണിക്കൂറിലും വലിയ തോതിൽ വെള്ളം ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. മഴ തോരുന്നുണ്ടെങ്കിലും വെള്ളം ഇറങ്ങുന്നില്ല എന്നതാണ്. ചേട്ടാ, ഇവിടെ വീട് എവിടാ? കുറച്ചും കൊണ്ടുപോയത് വീട്ടിൽ വെള്ളമുണ്ടോ? ഫുള്ള് വെള്ളം, 10 വരെ വെള്ളം. ഏത് ഭാഗം വരെ ഉണ്ട് വെള്ളം? ഇപ്പൊ ജനാലിന്റെ കള്ളി കയറി അവിടെ വരെ കയറി. സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നോ അതോ? മുകളിലേക്ക് കയറ്റി വെച്ചതാ. ഇപ്പൊ ഈ അടുത്ത് മുകളിലേക്ക് ആക്കിയതാ. അതിനെ കൊണ്ട് സൗകര്യമായി. അല്ലെങ്കിൽ നമ്മൾ സ്വിപ്പായി. അല്ലെങ്കിൽ എല്ലാം എല്ലാം ഒലിച്ചു വെള്ളത്തിലായി പോകും. പുതർന്നു പോകില്ല. കിടക്കയും കാര്യങ്ങളും മറ്റേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെള്ളത്തിലേനി. ഇന്നലെ വരിവിട്ട് പോയി വേങ്ങേരിയ. അന്നപ്പോ അവിടെ കുടുംബമൊക്കെ അവിടെ തന്നെയാ? അതെ അതെ. അച്ഛനാണ് സുഖമില്ലാത്ത ഒരാളാ, നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവരെ വേഗം കൊണ്ടുപോയിട്ട് പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി. ഇന്നിപ്പം വീടിന്റെ അവസ്ഥ നോക്കാൻ വന്നതായിരിക്കും. അതെ, ഒന്ന് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ക്ലീൻ ചെയ്തിടാലോ. ചളി ഇങ്ങനെ കയറി കിടക്കൂ. ചളി കയറി കിടന്നാലും ഇങ്ങനെ ക്ലീൻ ചെയ്യാനല്ലോ. പക്ഷെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലേ? ഇറങ്ങുന്നില്ല, അതേ ലെവലിൽ നിൽക്കുക. മഴ കാര്യമായിട്ട് ഉണ്ടായില്ലെങ്കിൽ മഴ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അങ്ങോട്ട് വെള്ളം ഇറങ്ങും. പക്ഷെ ഡാമിന്റെ വെള്ളം വരെ ഉണ്ട്. അതുകൊണ്ട് അതും ഒരു ഇതുണ്ട്. ഡാമിന്റെ അരി എപ്പോഴാണ് തുറക്കാന്നും പറയാൻ പറ്റില്ല. തുറന്നിക്കുന്നോന്നും അറിയില്ല. അതങ്ങനെ ആദ്യമൊക്കെ പറയലുണ്ട് ഇനി വെള്ളം ഇങ്ങനെ തുറന്നു വിടലുണ്ട് എന്നുള്ള. ഇനിയിപ്പോ എന്താണുള്ള സ്ഥിതി അറിയില്ല. ഇതാണ് ആശങ്കയാണ് എല്ലാ കണ്ണുകളിലും ഉള്ളത്. കാരണം എത്ര നേരം ഈ മഴ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ എന്താണ് ഇവിടങ്ങളിലെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവർക്ക് യാതൊരു വ്യക്തതയുമില്ല. കാരണം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ആ വെള്ളക്കെട്ട് ഇറങ്ങുന്നില്ല. ഏതാണ്ട് 30-ലധികം ക്യാമ്പുകളാണ് ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 1000-ലധികം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ കോഴിക്കോട് താലൂക്കിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, ഒപ്പം കക്കോടി പോലുള്ള തടമ്പാട് താഴം പോലുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാവുന്ന കാഴ്ച. എവിടാ ചേട്ടാ വീട്? ഇവിടെ നമ്മൾ മേലെ താമസം. ഇപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം കയറി പോയിട്ട് അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ല. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എല്ലാവരൊക്കെ കറണ്ട് ഇല്ല. ഇവിടെ 3 ദിവസമായിട്ട് 2.5 ദിവസമായി. രാത്രി 9 മണിക്ക് കറണ്ട് പോയിട്ട് അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ആയി. ഭക്ഷണം പുറത്ത് ബേക്കറിന് പോയിട്ട് വാങ്ങുന്നുണ്ട്. അടുത്ത് സാധനം വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ കടവിൽ വസ്ത്രാവാത്തുണ്ട്, ഹോട്ടൽ അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും സ്വീപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. എവിടെ നിങ്ങളുടെ സ്ഥലം? ഇവിടെ കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. ഇവിടെ വന്നിട്ട് കുറെ നാളായി? 12-13 കൊല്ലമായി ഇവിടെ വന്നിട്ട്. അതാണ് ഇവിടെ ലേശം മലയാളം പഠിച്ച്. അതാണ് ഈ 2018 വെള്ളം ഇല്ല. 2018 വെള്ളത്തിനപ്പൊക്കെ ഇല്ല ഇവിടെയാണ്. അപ്പോൾ ഈ വെള്ളത്തിനായി നിൽക്കുന്നുണ്ട്. ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. എല്ലാം വഴിമുട്ടാണ്. പണിയില്ല. ഭക്ഷണം ശരിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതാണ് സ്വീപ്പായി പോയി എല്ലായിടും. അതാണ് ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളടക്കമുള്ളവരുണ്ട്. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. 2-3 ദിവസമായിട്ട് ഈ മേഖലകളിൽ കറണ്ടില്ല. ഒപ്പം കടകളൊന്നും തുറക്കുന്നില്ല. അതുകൊണ്ട് ബേക്കറിയിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ജോലി ഇല്ലാത്തതുകൊണ്ട് വരുമാന മാർഗവും നിലച്ചിരിക്കുന്ന സാഹചര്യം. മുകൾ നിലയിലാണ് അവർ താമസിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ
അവർക്ക് നിലവിൽ ക്യാമ്പുകളിലേക്കോ മറ്റോ മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. വീടുകളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എത്തി ഒഴിപ്പിച്ച് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ക്യാമ്പുകളിൽ നിന്നും തിരിച്ച് വീടുകളിലേക്ക് എത്താൻ എപ്പോൾ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതാണ് പ്രശ്നം. പലയിടത്തും വെള്ളം കയറിയത് ഇറങ്ങുന്നില്ല. എല്ലാവരും തന്നെ ഈ മേഖലകളിലുള്ള നൂറുകണക്കിന് വീടുകളുണ്ട്. അവിടുത്തെ എല്ലാം ആളുകൾ ബന്ധുവീടുകളിലും ക്യാമ്പുകളിലുമായി മാറിയിട്ടുണ്ട്. മഴയ്ക്ക് നേരിയ ശമനം, അതായത് ഇടവിട്ട സമയങ്ങളിൽ മഴ പെയ്യുന്നുവെങ്കിലും വെള്ളത്തിന് ഇറങ്ങിപ്പോകുന്നില്ല, അല്ലെങ്കിൽ ജലനിരപ്പിൽ വലിയ മാറ്റം വരുന്നില്ല എന്നതാണ് ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നത്. കോട്ടയത്ത് 3 മാസം പ്രായമായ കുഞ്ഞിനെയും അമ്മയെയും സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ച് ഫയർഫോഴ്സ്. കൈക്കുഞ്ഞുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.